പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ ശക്തിയും അങ്ങയുടെ ഇടപെടലും അനുഭവവേദ്യമാക്കി തന്നുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തി പ്രബലപ്പെടുത്തി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞു. കർത്താവെ, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സകല മേഖലകൾ, കുടുംബജീവിതം, ജോലി, ബിസിനസ്, പഠനം, ആരോഗ്യം, സകല മേഖലകളും ഈശോയെ അവിടുത്തെ ശക്തമായ ഇടപെടലിനാല് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കൃപയിൽ നിറച്ചെടുക്കാനും ശക്തിയും പ്രാബല്യവും തിരിച്ചു പിടിക്കാനും വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളെല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ അഭിഷിക്തനായ ഞാൻ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. അങ്ങയുടെ കൃപയാലും ശക്തിയാലും സാന്നിധ്യത്താലും സംരക്ഷണത്താൽ നിറച്ച് ഈ ദിവസം അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ തിരിച്ചു പിടിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, നമുക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ തിരിച്ചു പിടിക്കണം. നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയൊരു മേഖലയാണ് ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞിനെ ലഭിക്കേണ്ട ഏറ്റവും വലിയ ഒരു അവകാശമാണ്, അല്ലെങ്കിൽ അനുഗ്രഹമാണ് ദൈവ കൃപയിൽ ജനിക്കാനുള്ള ഭാഗ്യം. കൃപയിൽ വിവാഹ ജീവിതം ആരംഭിച്ചു. ആ കൃപയിൽ തന്നെ പ്രാർത്ഥിച്ച് ഒരുങ്ങി വിശുദ്ധീകരിച്ച് പരിശുദ്ധമായ ദാമ്പത്യ ബന്ധം പുലർത്തി ദൈവ കൃപയിൽ ഒരു കുഞ്ഞിന് ജന്മം കിട്ടാന്നുള്ളത് ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ്. എന്നാൽ നമുക്കറിയാം, നമ്മളൊക്കെ ജനിച്ച അവസ്ഥകളൊക്കെ എടുത്ത് നോക്കുമ്പോ നമുക്കൊക്കെ ഒരു കൃപയിലുള്ള ജന്മം കിട്ടിയിട്ടുണ്ടാ. സ്വാഭാവികമായിട്ടും ജന്മപാപമുണ്ട്. ചിലപ്പോ മദ്യപാന ആസക്തിയിൽ ജനിച്ച അവസ്ഥ, അല്ലെങ്കിൽ ചെടിക്ക് ആസക്തിയിൽ നിറയപ്പെട്ട ദാമ്പത്യ ബന്ധം, അല്ലെങ്കിൽ സ്നേഹമില്ല, വെറുപ്പ്, താല്പര്യക്കുറവ്, ഇഷ്ടമില്ലായ്മ, ഭാര്യ ഭർത്താവ് തമ്മിൽ ഒരു സ്നേഹമില്ല, അവസ്ഥയിലും ദാമ്പത്യ ബന്ധം പുലർത്തി ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ആ കുഞ്ഞ് ദൈവകൃപയിൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയത്ത് ലഭിക്കേണ്ട കൃപയും അഭിഷേകവും ലഭിക്കാതെ പോയ ഒരവസ്ഥ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഓർക്കണം, ദമ്പതിമാരായ, അപ്പന്മാരായ, അമ്മമാരായ നിങ്ങളൊക്കെ ഇതിൽ പങ്കെടുക്കുന്ന മക്കള് പ്രത്യേകം ഒന്ന് പരിശോധിച്ച് നോക്കിയേ. ദൈവകൃപയില്, പരിശുദ്ധിയില്, ദൈവാത്മാവിനാൽ നിറയപ്പെട്ട ദാമ്പത്യ ബന്ധത്തിൽ നിന്നാണോ നിങ്ങളുടെ മക്കൾ ജനിച്ചത്? അങ്ങനെ ജനിച്ചിട്ടില്ല, നമ്മളും അങ്ങനെയാണെന്ന് പരിശോധിച്ചോ? തീർച്ചയായിട്ടും പല മേഖലകളിലും പല മക്കൾക്കും ഈ ഒരു കൃപയുടെ ജന്മം ലഭിക്കാതെ പോയത് കൊണ്ട് അതിൻ്റെതായ സ്വഭാവ വൈകല്യങ്ങള്, ആസക്തികള്, ചില ദുശീലങ്ങള്, വെറുപ്പ്, വാശി സ്വഭാവത്തില്, വ്യക്തിത്വത്തില് കടന്നു വന്നിട്ടുണ്ട്. കൃപ നഷ്ടപ്പെട്ടു പോയി. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് തിരിച്ചു പിടിക്കണം. എങ്ങനെ? യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേയാൾ തന്നെയാണ്. എബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തില് 13-ാം അധ്യായം 8-ാം വചനം പറയുന്നുണ്ട്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും ഒരേയാൾ തന്നെ എന്ന് പറഞ്ഞാല് നമ്മുടെ മക്കൾക്ക്, നമുക്ക് ലഭിക്കാതെ പോയ കൃപയിലുള്ള ജന്മം ലഭിക്കാതെ പോയതാണ്. അത് ഇന്നലകളില്, അത് ഇന്ന് ആ ഇന്നലകളിലേക്ക് വന്ന് നമുക്ക് ലഭിക്കാതെ പോയതിനെ തിരിച്ചു തന്ന് ആ കൃപയിൽ വീണ്ടും നമ്മെ നിറയ്ക്കാൻ ഈശോയ്ക്ക് പറ്റും. ഈശോ തന്നെ വന്നേ. ഈശോ വന്നത് വേറെ ഒന്നിനും വേണ്ടിയില്ല, കൃപ തരാൻ, ജീവൻ തരാൻ. നഷ്ടപ്പെട്ടു പോയ കൃപകള്, അനുഗ്രഹങ്ങള്, ജീവന സമൃദ്ധി നമുക്ക് തിരിച്ചു തരാനാ ഈശോ വന്ന മക്കളെ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ മത്തായി 7:7, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്ക് ഈ കൃപ കണ്ടിട്ട് നിങ്ങൾ മുട്ടിക്കോ, തുറന്നു കിട്ടും. ഈശോയിലെല്ലാം നമുക്കുണ്ട്, ഈശോയിലെല്ലാം നമുക്കുണ്ട് മക്കളെ. അതുകൊണ്ട് തിരിച്ചു പിടിക്കാം.
നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കൾക്ക് നമ്മൾ മൂലം കൊടുക്കാൻ പറ്റാതെ പോയ കൃപ, നമ്മുടെ മാതാപിതാക്കൾക്ക് നമുക്ക് നൽകാൻ പറ്റാതെ പോയ കൃപ, ആ പരിശുദ്ധി, ആ ചൈതന്യം സ്വയേ ഞങ്ങൾ ചോദിച്ചു വാങ്ങുന്നു. അത് ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ കുടുംബത്തിന് വേണം. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ച മക്കളെ, അവർക്ക് ആ കൃപ കിട്ടട്ടെ. ഇന്ന് നമ്മുടെ മക്കൾ ഇങ്ങനെയൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ, അനുസരണക്കേട് വാശി സ്വഭാവത്തിലും എഴുതി പോയിട്ടുണ്ടെങ്കിൽ, ചില സ്വഭാവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പിന്നിൽ അടിസ്ഥാനപരമായ വലിയൊരു കാരണമാണത്. അതുകൊണ്ട് അത് തിരിച്ചു പിടിക്കണം. കർത്താവ് തരും മക്കളെ. ദിവികാന സന്നദ്ധിയില് ഈ ഒരു വലിയ കൃപയാൽ നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും നിറയപ്പെടാനും, ഇനി നമ്മൾക്ക് കൊടുക്കാൻ പറ്റാത്തതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നല്ല, മിക്കവാറും എല്ലാവരും അങ്ങനെയൊക്കെയാണ്. നമ്മൾ തിരിച്ചു പിടിക്കണം. അത് ഈശോയോട് കർത്താവേ, എനിക്ക് നൽകാൻ, ഞങ്ങൾക്ക് ഈ ദാമ്പത്യ ബന്ധത്തിലൂടെ കൊടുക്കാൻ പറ്റാതെ പോയ കൃപ, അഭിഷേകം, ചൈതന്യം, ജീവൻ, ദൈവിക ജീവൻ ഞങ്ങളുടെ മക്കൾക്ക് നൽകണം കർത്താവ്. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ മക്കൾക്കും നൽകണം. ഞങ്ങൾക്ക് ലഭിക്കാതെ പോയിട്ടുണ്ട്, ഞങ്ങൾക്ക് തരണം. അങ്ങനെ കർത്താവ് കൃപ തിരിച്ചു പിടിക്കട്ടെ, ജീവൻ തിരിച്ചു പിടിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാന സന്നദ്ധിയില് ഈ ജന്മത്തിൽ ലഭിക്കേണ്ട പോയ കൃപ, ലഭിക്കാതെ പോയതിനെ തിരിച്ചു പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയിൽ നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് തിരികെ നൽകിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് ചേർത്ത് പിടിക്കുന്ന അങ്ങയുടെ വലിയ കരുണയിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവകൃപയിലാണ് അങ്ങ് കുടുംബത്തെ യോജിപ്പിച്ചത്. ആ കൃപയിലാണ് ജീവിതം മുന്നോട്ട് പോകേണ്ടത്. ആ കൃപയിലാണ് ഓരോ പ്രവൃത്തിയും ചെയ്യേണ്ടത്. ആ കൃപയിൽ തന്നെയാണ് മക്കൾ ജനിക്കേണ്ടത്. എന്നാൽ കർത്താവെ, ഉത്ഭവത്തിൽ തന്നെ ആ കൃപയില്ലായ്മയില്, ജഡികാസക്തിയിലും മദ്യപാനാസക്തിയിലും സ്നേഹരാഹിത്യത്തിലും വെറുപ്പിലും യാതൊരു ദൈവിക ചൈതന്യവുമില്ലാതെ ജനിച്ചു പോയ മക്കള്, ജന്മം നൽകിയ മക്കള്, കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ മക്കളെയും തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ലഭിക്കാതെ പോയ കൃപ ഈശോയെ ഇന്ന് അങ്ങ് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും അങ്ങ് നിറച്ചു കൊടുക്കണം. അങ്ങേക്ക് പറ്റൂ കർത്താവെ. അതിലൂടെ ഏറ്റ മുറിവുകള്, വേദനകള്, ചില ദുശീലങ്ങള്, തർക്കദോഷങ്ങള്, സ്വഭാവ വൈകല്യങ്ങള്, വൈകൃതങ്ങള് ഈശോയെ അങ്ങ് എടുത്തു മാറ്റണം. ഗുരുവായപ്പോൾ ജന്മത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോയ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിന് തിരിച്ചു നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളെ തിരിച്ചു പിടിക്കാൻ അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യങ്ങളാണല്ലോ ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങളോട് പറയുന്നത്. ഞങ്ങൾ പലതിനെ കുറിച്ചും സങ്കടപ്പെടുന്നു, നിരാശപ്പെടുന്നു. പക്ഷെ അതിന്റെ അടിസ്ഥാന കാരണങ്ങളുണ്ട്. അതിലേക്കാണല്ലോ കർത്താവെ വെളിച്ചം വീശി കൃപ ചൊരിഞ്ഞ് തിരിച്ചു പിടിച്ച് അങ്ങ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം തിരിച്ചു നൽകുന്നത്. കുരിശിലെ ബലിയിലൂടെ എല്ലാ കൃപകളും ജീവനും വീണ്ടും നിറച്ച് കർത്താവെ അങ്ങ് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ആ ബലിയിലൂടെ തന്നെ പിശാചിനെ പിടിയിൽ നിന്ന് എല്ലാ അവകാശങ്ങളും അങ്ങ് തിരിച്ചു പിടിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പരമാധികാരം, അങ്ങയുടെ സർവാധിപത്യം, അങ്ങയുടെ സർവശക്തി ഇന്ന് ഞങ്ങളുടെ കുടുംബങ്ങളില്, ഞങ്ങളില്, ഞങ്ങളുടെ മക്കളില് പ്രകടമാക്കണമേ. വലിയ പ്രാർത്ഥനയോടെ ഈ ഒരു മേഖലയില് കർത്താവിനെ ശക്തി പ്രകടമാക്കി തിരിച്ചു പിടിക്കുന്ന കർത്താവിന്റെ കുരിശിലെ ബലിയുടെ അനന്തയോഗ്യതകളാൽ കർത്താവ് നൽകുന്ന കൃപയും ജീവനും രക്ഷയും നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ അനുഗ്രഹത്തിനും ആശീർവാദത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും
മർദ്ദനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, ആശീർവാദത്തിലൂടെ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കും, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ജന്മത്തിൽ തന്നെ ലഭിക്കാതെ പോയ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും തിരിച്ചു നൽകിക്കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ ഈ മേഖലയിൽ തിരിച്ചു പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി ദിവ്യകാരുണ്യത്തിൽ നിന്ന് ആ ജീവന്റെ സമൃദ്ധി, കൃപയുടെ സമൃദ്ധി മക്കളിലേക്ക്, കുടുംബത്തിലേക്ക്, നമ്മിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്ക് നിറയപ്പെടാൻ നന്ദിയോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് സ്വീകരിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, എല്ലാം കാണുന്ന കർത്താവെ, ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിനും നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ തിരിച്ചു പിടിക്കണമേ. ഈശോയെ,